കണ്ടതെല്ലാം മറന്നേക്കൂ. ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ്ണ വിസ്മയം. സ്വർണ്ണശില്പങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വരെ, മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ, ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി. കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, റിംഗ് റോഡ്, തിരൂർ. യോർ പാഷൻ, യോർ പ്രൈഡ്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. മലപ്പുറം എടവണ്ണപ്പാറയിൽ നിന്ന് 16-കാരനെ കാണാതായിട്ട് 6 ദിവസം. മലപ്പുറം എടവണ്ണപ്പാറയിൽ നിന്ന് 16-കാരനെ കാണാതായിട്ട് 6 ദിവസം പിന്നിട്ടു. ചീക്കോട് സ്വദേശി മുഹമ്മദ് ആദിലിനെയാണ് കാണാതായത്. ഈ മാസം 10-ന് പുറത്തുപോയ ആദിലിനെ ചെന്നൈയിലേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഒരാൾ കണ്ടിരുന്നു. ഇവിടുന്ന് പോയ അന്ന് രാവിലെ 10:30 ട്രെയിനിൽ നിന്ന് ഒരാൾ ഇവനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നും അയാളോട് താമ്പരം എന്ന സ്ഥലത്ത് എനിക്ക് ഇറങ്ങണം, എന്റെ കയ്യിൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് ഈ ട്രെയിൻ എപ്പോഴാ അവിടെ എത്താന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ അതിന്റെ സമയവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അയാൾ ചോദിച്ചാൽ എനിക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന്. അപ്പൊ എനിക്ക് ചെന്നൈ സെൻട്രലിലേക്കാ പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു ട്രെയിൻ അങ്ങോട്ട് പോകൂല, ഇത് താമ്പരത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ എനിക്ക് അറിയാന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. പക്ഷെ കുട്ടിക്ക് ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ കിട്ടിയെന്നാണ് എനിക്കറിയാത്തത്. 10-ന് രാവിലെ വീട് വിട്ടിറങ്ങിയ ആദിൽ വീട്ടിൽ തിരിച്ചെത്തിയില്ല. തലേന്ന് രാത്രി ഫോണിനെ ചൊല്ലി ഉമ്മയുമായി വഴക്കിട്ടിരുന്നു. 10-ന് പുലർച്ചെ വീട്ടുകാരറിയാതെ പിതാവിന്റെ സ്കൂട്ടിയും എടുത്താണ് പോയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാഹനം കണ്ടെത്തി. രാവിലെ 10:30 ചെന്നൈയിലേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഒരാൾ കണ്ടിരുന്നു. സംഭവത്തിൽ വാഴക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. SSLC +2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്, ജിഫ്സ.